തിരുവനന്തപുരം വർക്കല ക്ലിഫ് കുന്നുകളിലുണ്ടാകുന്ന ഗർത്തം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മുന്നോടിയായി ഉണ്ടാകുന്ന സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം ആണോ എന്ന് ആശങ്ക. ദിവസങ്ങൾക്ക് മുന്നേ ക്ലിഫിൽ ഗർത്തം രൂപപ്പെട്ടെങ്കിലും അധികൃതർ ആരും അറിയാതെ മണ്ണിട്ട് മൂടുകയായിരുന്നു. മഴ ശക്തമായതോടെ ക്ലിഫിൽ കുന്നുകൾ രണ്ടായി പിളർന്നു മാറുകയും ആഴത്തിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത് അപകട സാധ്യത വർദ്ധിക്കുന്നു. കുത്തനെയുള്ള പ്രദേശങ്ങളിൽ അളവിൽ കൂടുതൽ ഭൂഗർഭ മണ്ണൊലിപ്പ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് സോയിൽ പൈപ്പിംഗ്. പ്രധാനമായും മലയോര മേഖലയിലാണ് സോയിൽ പൈപ്പിംഗ് സംഭവിക്കാറുള്ളത്. പരിസ്ഥിതിലോല മേഖലകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രതിഭാസം വർക്കല ക്ലിഫിലെ കുന്നുകളിൽ നടക്കുന്നുണ്ടോ എന്നാണ് നിലവിലെ ആശങ്ക. ദിവസങ്ങൾക്ക് മുന്നേ വർക്കല ക്ലിഫിൽ ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ മറ്റാരും അറിയാതെ മണ്ണിട്ട് മൂടി. മഴ ശക്തമായതോടെ ക്ലിഫിലെ കുന്ന് രണ്ടായി പിളർന്നു മാറി. കൂടാതെ തീരത്തേക്ക് കുന്ന് ഇടിഞ്ഞിറങ്ങാൻ തുടങ്ങി. സ്വാഭാവികമായും ശുദ്ധജല ഉറവകളുള്ള സ്ഥലമാണ് വർക്കല കുന്നുകൾ. എന്നാൽ കോർപ്പറേഷന്റെ ഒത്താശയോടുകൂടിയുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഈ മേഖലയെ പരിസ്ഥിതിലോല പ്രദേശമാക്കി മാറ്റുന്നുണ്ട്. ക്ലിഫിൽ രൂപപ്പെടുന്ന ഗർത്തങ്ങളെക്കുറിച്ച് പഠനം നടത്തി പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തിയില്ല എങ്കിൽ കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം എന്നേക്കുമായി ഇടിഞ്ഞ് തീരത്തേക്ക് അലിഞ്ഞു തീരും. ജനം, തിരുവനന്തപുരം.